സോ ദിസ് ഈസ് സൂപ്പർ 30. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ക്വസ്റ്റ്യൻസ് പ്ലേലിസ്റ്റിലുണ്ട്. ഇത് അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2020 തോന്നുന്നു. ശരി, ക്വസ്റ്റ്യൻ നോക്കാം. എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് ഫ്രം ദ ഗ്രൗണ്ട് അറ്റ് എൻ ആംഗിൾ 45 ഡിഗ്രി വിത്ത് ദ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ്. ഈ ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് 45 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോളിനെ എടുത്തെറിഞ്ഞു. എറിയുന്ന വെലോസിറ്റി u ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ബാക്കി വായിക്കാം. ഇറ്റ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ് ഓഫ് 120 മീറ്റർ ആൻഡ് റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഇതെന്ത് ഇങ്ങനെ പോയി എത്ര ഹൈറ്റ് വരെ പോയടാ? ഹൈറ്റ് എത്രയാണ്? 120 മീറ്റർ ഹൈറ്റ് വരെ പോയിട്ട് എന്ത് ചെയ്തു, ഗ്രൗണ്ടിൽ വന്നിടിച്ചു. ബാക്കി വായിക്കാം. അപ്പോൾ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് ഫോർ ഫസ്റ്റ് ടൈം, അതായത് ഫസ്റ്റ് വന്ന് ഇടിക്കുകയാണ്. ഇടിക്കുന്ന സമയത്ത് ഇറ്റ് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. വന്ന് ഇടിക്കുമ്പോൾ ഇതിൻ്റെ കൈനറ്റിക് എനർജിയുടെ പകുതി ആയിട്ട് മാറി. കണ്ടോ? അതായത് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫാണ്. കണ്ടോ? ഇടിച്ചു കഴിഞ്ഞപ്പോൾ കൈനറ്റിക് എനർജി ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫായിട്ട് എന്ത് ചെയ്തു, ഇത് വീണ്ടും ബൗൺസ് ചെയ്യാണ്. ഓക്കെ, അപ്പം തന്നെ ബൗൺസ് ചെയ്യാണ്. ബാക്കി വായിക്കാം. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബൗൺസ് ദ വെലോസിറ്റി ഓഫ് ദ ബോൾ മേക്സ് ആംഗിൾ 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഇനി ഇതിങ്ങനെ ബൗൺസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ വെലോസിറ്റി എന്തായാലും കുറഞ്ഞു. ആ വെലോസിറ്റി v ആണെന്ന് എഴുതാം. അതിങ്ങനെ എന്ത് ചെയ്തു, പോയി ഈ രീതിയിലേക്ക് വന്ന് വീഴുകയാണ്. അപ്പോൾ ബാക്കി വായിക്കാം. കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ഇറ്റ് റീച്ചസ് ആഫ്റ്റർ ദ ബൗൺസ്. ഓക്കെ, ഇത് ബൗൺസ് ചെയ്തതിനു ശേഷം ഇവിടുത്തെ ഈ ഹൈറ്റ്, ഈ h' ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ശരി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് എച്ചിൻ്റെ ഇക്വേഷൻ ഉണ്ട്. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ? u square sin square theta by 2g. u square sin square theta by 2g. ശരിയല്ലേ? സോ നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ കേസിലേക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ കേസിൽ ഹൈറ്റ് എത്രയാണ്? 120 ഈക്വൽ ടു വെലോസിറ്റി നമ്മൾ u ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ u സ്ക്വയർ സൈൻ സ്ക്വയർ ആംഗിൾ എത്രയാണ്? 45. അപ്പോൾ സൈൻ 45 1/√2. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. 1/√2ൻ്റെ സ്ക്വയർ അല്ലേ? അല്ലടാ, സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ ആംഗിൾ 45 ആണ്. സൈൻ 45 1/√2. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/2. പിന്നെ താഴെ ഒരു 2 ഉണ്ട്. അപ്പോൾ എത്രയായിട്ട് മാറുക? ഇതൊരു 4 × g ആയിട്ട് മാറും. ശരിയല്ലേ? അതായത് u സ്ക്വയർ ബൈ ജിയുടെ വാല്യൂ 10. സോ u സ്ക്വയർ ബൈ 40 എന്ന് കിട്ടും. ഇനി നമുക്ക് u സ്ക്വയർ കണ്ടുപിടിച്ചാലോ? ദിസ് ഇംപ്ലൈസ് u സ്ക്വയർ എത്രയായിരിക്കും? u സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 × 40, അതായത് 4800. ഇതായിരിക്കും നമ്മുടെ u സ്ക്വയറിൻ്റെ വാല്യൂ. ക്ലിയർ? ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് h' ഇതുപോലെ എഴുതിയാലോ? h' എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? h' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഫോർമുല. ഈ h' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ. ഇവിടെ വെലോസിറ്റി v ആണ്. സോ v സ്ക്വയർ ഇൻറ്റു ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ തീറ്റ എത്രയാണ്? സൈൻ 30. സൈൻ 30 എത്രയാണ്? 1/2. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 ആണ്. പിന്നെ താഴെ ഒരു 2 ഉണ്ട്. അപ്പോൾ എന്തായിട്ട് മാറും? 8 വരും. ഇൻറ്റു g എന്ന് കിട്ടും. അതായത് h' ഈക്വൽ ടു v സ്ക്വയർ ബൈ ജിയുടെ വാല്യൂ 10, 80 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് h' ആണ്. h' വാല്യൂ v സ്ക്വയർ ബൈ 80 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? v സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിലേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഇടിച്ച് കഴിഞ്ഞിട്ടുള്ള കൈനറ്റിക് എനർജി ഹാഫ് m ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? v സ്ക്വയർ ആണ് അല്ലേ? അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആയിട്ടുള്ള ഹാഫ് m ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി u ആയിരുന്നു. ഹാഫ് m u സ്ക്വയറിൻ്റെ പകുതിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഹാഫ് ക്യാൻസൽ, മാസ് ക്യാൻസൽ. v സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കിട്ടിയടാ? u സ്ക്വയറിൻ്റെ പകുതി, u സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. u സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എത്രയാണ്? 4800 ഡിവൈഡഡ് ബൈ 2 അല്ലേ? ഇതല്ലേ നമ്മുടെ u സ്ക്വയറിൻ്റെ വാല്യൂ. സോ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? v സ്ക്വയർ എന്ന് h' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800 ഡിവൈഡഡ് ബൈ 2 × 80 എന്ന് കിട്ടും അല്ലേ? ഇതപ്പോൾ എത്രയാണെന്ന് കിട്ടും? 480/16 എന്ന് കിട്ടും. അതായത് 30 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. 30 മീറ്റർ ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ? സോ ഇവിടെ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 30 മീറ്റർ.